കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് നാളത്തേക്ക് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമുക്കറിയാം, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരികയാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് വെച്ചുള്ള ഒരുപാട് മിസ്യൂസും നടക്കുന്നുണ്ട്. ഒരുപാട് പേര് ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി വേണ്ടാത്ത രീതിയിലൊക്കെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരെ മനസ്സിലാക്കാനൊക്കെ സാധിക്കും നമുക്ക് സൈബർ സെല്ലിൻ്റെയൊക്കെ സഹായത്തോടെ. അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കുന്നുമുണ്ട്. ഇങ്ങനെയുള്ളവർ ഫേക്ക് ഐ ഡി ഉപയോഗിച്ച് മറ്റുള്ളവരെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഫേക്ക് ഐ ഡികൾ ഉപയോഗിച്ച് 1-2 ദിവസം നിങ്ങൾക്ക് ആരെങ്കിലും പറ്റിക്കാൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ചീറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഒരു ദിവസം നിങ്ങൾ പിടിക്കപ്പെടും. അതുകൊണ്ട് ഫേക്ക് ഐ ഡികൾ ഒരുപാട് ഉണ്ടാക്കി നിങ്ങൾ വലിയ കളികൾ കളിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഐഡന്റിറ്റി ഇല്ലാതെ നമ്മൾ ഒരാളെയും ഇന്റർനെറ്റിലൂടെ പറ്റിക്കാൻ പാടില്ല. കാരണം നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ ഇതേ ഒരു അനുഭവം തിരിഞ്ഞ് നമുക്കും ഉണ്ടാവും. ഇങ്ങനെ നിങ്ങൾ ഫേക്ക് ഐഡികൾ ഉപയോഗിച്ച് നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്രമിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. അങ്ങനെ ചെയ്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ഒത്തിരി നിങ്ങൾ വില കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ അത് ഓർമ്മയിൽ വെക്കുക. ഇങ്ങനെ ഫേക്ക് ഐഡികൾ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ ഒരുപാട് പേര് ഇങ്ങനെയുള്ള ഐഡികളിൽ നിന്നും മെസ്സേജ് അയക്കുകയും ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കാം. എനിക്ക് ഫേസ്ബുക്കിൽ ഒരുപാട് മെസ്സേജുകളും വരാറുണ്ട്. എങ്ങനെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഫേക്ക് ഐഡികളിൽ നിന്ന് ഒരുപാട് മെസ്സേജുകൾ വരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നു. ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നിട്ട് ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ അടുത്ത ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടാക്കി വീണ്ടും ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നു. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് മെസ്സേജുകൾ അയക്കാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി ഐഡന്റിറ്റി ഇല്ലാതെ മറ്റാരെയും ഉപദ്രവിക്കാൻ പോകരുതെന്ന് പറയാൻ കാര്യം അതാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്ക് അക്കൗണ്ട് കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് ഡീആക്ടിവേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിക്കേണ്ട. അതുകൊണ്ട് ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ് ഒരു മാസം അല്ല 2 മാസത്തേക്ക്. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ അവരുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇനി ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നേ ഇല്ല, ഞാനിതോടെ ഫേസ്ബുക്ക് ഉപയോഗം നിർത്തുകയാണ്, അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർക്ക് എങ്ങനെ അവരുടെ ആദ്യത്തെ അക്കൗണ്ട് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, നമുക്ക് കൂടുതൽ സമയം കളയേണ്ട, നേരെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ആക്കാം. ഞാനിവിടെ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കിയാണ്. ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയതിന് ശേഷം ചെയ്യേണ്ടത്, ഇവിടെ റൈറ്റ് സൈഡിൽ 3 വരകൾ കാണാൻ സാധിക്കും ഏറ്റവും മുകളിലായി. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരു സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. അക്കൗണ്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ഇത് ഓപ്പൺ ആയി വരികയാണ്. ഏറ്റവും താഴെയായിട്ട് ഡീആക്ടിവേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. നിങ്ങളിവിടെ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിന്റെ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്തിട്ട് കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യുന്നത്, അതിനുള്ള റീസൺ എന്താണ്, അതിനുശേഷം നിങ്ങൾ തിരിച്ച് ഫേസ്ബുക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ തുടങ്ങിയ ചില കാര്യങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങൾ ടിക്ക് ചെയ്തതിന് ശേഷം ഡീആക്ടിവേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആവും. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ട്, ഇപ്പോൾ നിങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു വരണമെങ്കിൽ സെയിം ഫേസ്ബുക്കിൽ സൈൻ ഇൻ ചെയ്യുന്ന പോലെ തന്നെ വീണ്ടും ആ പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നോർമലായിട്ട് ഓപ്പൺ ആയി വരും. ഇത് ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ അടുത്ത സ്റ്റെപ്പ് കാണിക്കാത്തത്, എനിക്ക് ഈ അക്കൗണ്ട് തുടർന്ന് ഉപയോഗിക്കേണ്ട അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ ബാക്ക് ചെയ്യുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, ഇത് ഡീആക്ടിവേറ്റ് ചെയ്യുന്നതാണ് കാണിച്ചത്. ഇനി പെർമനൻ്റ് ആയിട്ട് എങ്ങനെ നമുക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും, അതാണ് അറിയേണ്ടത്. പെർമനൻ്റ് ആയിട്ട്, അതായത് വീണ്ടും ഒരിക്കലും നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ എങ്ങനെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അതിന് ചെയ്യേണ്ടത്, വീണ്ടും
ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് സെന്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഹെൽപ്പ് സെന്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. നിങ്ങൾ സെർച്ച് ബാറിൽ ഡിലീറ്റ് ഫേസ്ബുക്ക് അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്യുക. ഇത്രയും സെർച്ച് ചെയ്തപ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒന്നുകിൽ നിങ്ങൾ ഹൗ ഡു ഐ പെർമനന്റ്ലി ഡിലീറ്റ് മൈ അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഡിലീറ്റ് ഫേസ്ബുക്ക് അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്യുക, പെർമനന്റ്ലി ഡിലീറ്റ് മൈ അക്കൗണ്ട്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഓപ്ഷൻ ലഭിക്കും, ഹൗ ഡു ഐ പെർമനന്റ്ലി ഡിലീറ്റ് മൈ അക്കൗണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പുതിയ പേജിലേക്ക് ഓപ്പൺ ആവും. ഇവിടെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് വേർഷനിലാണ്, ഇവിടെ മൊബൈൽ വേർഷനിലാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. സാധാരണ മൊബൈൽ വേർഷനിൽ ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കാണേണ്ടതാണ്, ഇതിൽ അത് കാണുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇനി ചെയ്യാൻ സാധിക്കുന്നത്, ഇവിടെ ആൻഡ്രോയിഡ് ആപ്പ് എന്നുള്ളതിൻ്റെ തൊട്ടടുത്തായി ഡെസ്ക്ടോപ്പ് ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് വേർഷൻ ഓപ്പൺ ആവും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങൾ പെർമനൻ്റ്ലി നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ സർവ്വ ഡീറ്റെയിൽസും കോപ്പി ചെയ്ത് വെക്കാൻ സാധിക്കും. അതിനായിട്ട് ഡൗൺലോഡ് എ കോപ്പി ഓഫ് യുവർ ഇൻഫോ ഫ്രം ഫേസ്ബുക്ക്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇൻഫർമേഷനുകൾ ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, ഞാൻ നേരെ അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിനായിട്ട് ലെറ്റസ് നോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പുകൾ പറഞ്ഞു തരാം. ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അടുത്ത സ്റ്റെപ്പിൽ കുറേ കാര്യങ്ങൾ ഇവർ ചോദിക്കും. നിങ്ങൾ പെർമനൻ്റായിട്ട് ഈ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യം എന്താണ്, എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കും. നിങ്ങൾ അതിന് കറക്റ്റായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ തിരിച്ച് ഫേസ്ബുക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എന്താണ് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ കൊടുത്ത് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. പാസ്വേഡ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ വരാൻ പോകുന്ന ചില കാര്യങ്ങളുടെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് ഇങ്ങനെയായിരിക്കും, അക്കൗണ്ട് സക്സസ്ഫുള്ളി ഷെഡ്യൂൾഡ് ഫോർ ഡിലീഷൻ. നിങ്ങളുടെ ഈ അക്കൗണ്ട് ഡിലീഷൻ 14 ദിവസത്തേക്ക് ഫേസ്ബുക്കിൽ ഉണ്ടായിരിക്കും. അത് അവർ പ്രോസസ്സിങ്ങിന് 14 ദിവസം ഇടും. ഈ 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന 14 ദിവസം അത് റിവ്യൂവിന് വെക്കും. അതിനുശേഷം 14 ദിവസം കഴിഞ്ഞ് 15ാമത്തെ ദിവസമേ പെർമനൻ്റായിട്ട് അത് ഡിലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ 14 ദിവസത്തിനിടയിൽ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സ് മാറി വീണ്ടും നിങ്ങൾക്ക് ആ അക്കൗണ്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സമയവും ഫേസ്ബുക്ക് തരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ഫേസ്ബുക്കിൽ സെയിം പാസ്വേഡ് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ആ റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ഒരു റിക്വസ്റ്റ് വീണ്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിലൂടെ പെർമനൻ്റായിട്ടുള്ള ഡിലീറ്റ് ചെയ്യാൻ കൊടുത്തത് പിൻവലിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. ഏത് സമയത്താണ് ഫേസ്ബുക്ക് അക്കൗണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരിക എന്ന് പറയാൻ പറ്റത്തില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എന്നാലും പലർക്കും ഇതറിയത്തില്ല, എങ്ങനെ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യം. പലർക്കും ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്യാനൊക്കെ അറിയാം, സൈനപ്പ് ചെയ്യാനും അറിയാം, എന്നാൽ അത് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പലർക്കും അറിയത്തില്ല. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യാനും പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യാനും ഞാൻ പഠിപ്പിച്ചു തന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.